ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നമുക്കറിയാം, അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നേരത്തെ കോടതി വാദമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. വക്കീലുമായി സംസാരിക്കാൻ 20 മിനിറ്റ് കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 30 വരെ കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ഒക്ടോബർ 30 വരെ കസ്റ്റഡിയിൽ വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാം? അമൃത, കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. അടച്ചിട്ട കോടതി മുറിയിൽ അതീവ രഹസ്യമായിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് പരിഗണിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഒക്ടോബർ 30 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതി കസ്റ്റഡിയിൽ അനുവദിച്ചു. അന്വേഷണത്തിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും മറ്റ് തെളിവെടുപ്പ് നടപടികളും നടത്താമെന്നതാണ് കോടതി നിർദ്ദേശം. ഇതിനിടെ വക്കീലുമായി സംസാരിക്കാൻ 20 മിനിറ്റ് സമയം കൂടി ഉണ്ണികൃഷ്ണൻ അനുവദിച്ചിട്ടുള്ളപ്പോൾ കോടതി പരിസരത്തെ വക്കീലിൽ തന്നെ വക്കീലുമായി കേസ് ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം നടത്താൻ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ പ്രതിയുമായി തിരുവനന്തപുരത്തേക്ക് അന്വേഷണ സംഘം മടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ സന്നിധാനത്തുള്ള തെളിവെടുപ്പ് നടപടികളിലേക്കുള്ള സാധ്യതയും ഇന്നുണ്ടാകും. അടുത്ത നാളെ ശബരിമല നട തുറക്കുകയാണ്. നട തുറക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ തെളിവെടുപ്പ് നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നട അടച്ചതിന് ശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പ് നടപടികൾ നടക്കുക. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് തെളിവെടുപ്പ് നടപടികൾക്കുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇന്ന് തന്നെ അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് പ്രതിയുമായി മടങ്ങാനാണ് സാധ്യത. കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. കൽപ്പേഷ് അടക്കമുള്ള ആളുകളുമായുള്ള ബന്ധം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയണം. കൂടാതെ പുരാരി ബാബു അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടും ചോദിക്കുന്നുണ്ട് അന്വേഷണ സംഘം. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഈ കേസിൽ പങ്കുള്ള അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളടക്കം വിശദമായി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള ഈ കസ്റ്റഡി കാലാവധിയിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകാൻ. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളും ശരിവെക്കുന്നതും അതോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണനെ ഇന്ന് രാവിലെ 10 കൂടിയാണ് കോടതിയിൽ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. ഏകദേശം 3/4 മണിക്കൂറോളം നീണ്ട കോടതി നടപടി ഇപ്പോൾ പോറ്റിയെ അന്വേഷണ സംഘത്തിനെ കോടതി കസ്റ്റഡിയിൽ വിട്ടത്. ഒക്ടോബർ 30 വരെയാണ് കസ്റ്റഡി കാലാവധി. ഇതിനിടയിലാണ് 20 മിനിറ്റ് അഭിഭാഷകനുമായി സംസാരിക്കുവാനും അവസരം നൽകിയിരിക്കുന്നത്. എന്തായാലും കോടതിക്കകത്ത് നടന്ന വാദപ്രതിവാദങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം പങ്കുവെക്കുവാൻ കഴിയും. ജോസി, 2 ആഴ്ചത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കോടതി അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിരവധി ഇടങ്ങളിൽ പോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ സന്നിധാനത്ത് എത്തിച്ച് തെളിവെടുക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുമായിരിക്കുമോ? അമൃത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശബരിമല നട തുറന്ന് സന്നിധാനത്ത് ഭക്തരുടെ തിരക്കുള്ള സമയത്തും അല്ലെങ്കിൽ സാധാരണ നിലയിൽ സന്നിധാനത്ത് ആളുകൾ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാവില്ല. നേരെ മറിച്ച് നട അടച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നട അടയ്ക്കുന്നതിന് ഏതെങ്കിലും ഒരു ദിവസമോ ആയിരിക്കും ഈ തെളിവെടുപ്പ് നടത്തുക. ഇന്ന് ഒരുപക്ഷെ പത്തനംതിട്ടയിൽ പ്രതി ഉള്ളതുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ ശബരിമല നട തുറന്നതിന് ശേഷം ഇനി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നടയായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും സന്നിധാനത്ത് തെളിവെടുപ്പ് നടത്തുക. എന്തായാലും അതോടൊപ്പം തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ഓഫീസിലെത്തി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കൂടാതെ ഈ ഇടപാടുകളുമായി വിശദമായ നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ.